അപ്പോൾ ധർമ്മന്റെയും ബാലന്റെയും ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു പ്രഡിക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ധർമ്മന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ പോകാനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് കൃഷ്ണമംഗലത്ത്. അങ്ങനെ അച്യുതനും സുകന്യയാണ് സന്തോഷത്തിൽ ആദ്യം ഡ്രസ്സ് ചെയ്ത് റെഡിയായി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും റെഡിയായില്ലേ, എല്ലാവരും വാ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ധർമ്മൻ ഇങ്ങനെ വരികയാണ് കേട്ടോ. ധർമ്മൻ റെഡി ആയിട്ടൊന്നുമില്ല, ആകെ ഒരു സാധാരണ വേഷത്തിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അച്യുതൻ ചോദിക്കുകയാണ്, എടാ ധർമ്മ, നീ എന്താ ഈ കോലത്തിൽ നീ റെഡി ആവുന്നില്ലേ? നിന്റെ കടയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, ആ വിചാരം വല്ലതും നിനക്കുണ്ടോ? എന്താ സുകന്യ ഇത്, നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ സുകന്യ പറയാണ്, രാവിലെ മുതൽ ഞാൻ ഈ ധർമ്മേട്ടനോട് റെഡിയാവാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അച്ചുവേട്ടാ. ഈ ധർമ്മേട്ടൻ ഒരു ഉത്സാഹവും ഇല്ല. ഇന്ന് മുതൽ ധർമ്മേട്ടൻ ഒരു ബിസിനസ്സുകാരനാണ്, ഒരു വലിയ ഗ്രോസറി സ്റ്റോറിന്റെ ഓണറാണ് എന്നുള്ള യാതൊരു വിചാരവും ധർമ്മേട്ടനില്ല. ഞാൻ എന്താ ചെയ്യുക, അച്ചുവേട്ടൻ തന്നെ പറ എന്ന് പറയുമ്പോൾ ധർമ്മം പറയാണ്, അല്ല അച്ചുവേട്ടാ, ഇതിപ്പോ കട ഉദ്ഘാടനം ചെയ്യാൻ പോവാണെന്ന് പറയുന്നു, പക്ഷെ എന്ത് കടയാ, എവിടെയാ കട ഇരിക്കുന്നത് ഒന്നും എനിക്കറിയില്ല. എനിക്കാകെ എന്തോ ഒരു തൃപ്തിക്കുറവ് പോലെ. കട എവിടെ ഇരിക്കുന്നതെങ്കിലും അച്ചുവേട്ടൻ എന്നോട് പറയണം, അതറിയാതെ ഞാൻ ഇവിടുന്ന് വരില്ല എന്ന് പറയുമ്പോൾ അച്യുതൻ പറയാണ്, ഓ ഇവൻ തുടങ്ങി. എടാ, കടയിലേക്ക് തന്നെയല്ലേ നമ്മൾ പോകുന്നത്, അരമണിക്കൂറിൽ ആ കട എത്തും, അപ്പൊ നിനക്ക് കാണാലോ കട എവിടെയാണെന്ന് എന്നൊക്കെ പറയുമ്പോൾ, അതല്ല അച്ചുവേട്ട, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇന്ദിരാമ്മ വന്ന് പറയാണ് കേട്ടോ, ഇനി നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ രാഹുകാലം തുടങ്ങും, അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങിയേ പറ്റൂ. എടാ മോനെ ധർമ്മ, വേറെ ആരും അല്ലല്ലോ, നിന്റെ സ്വന്തം ചേട്ടനല്ലേ നിനക്ക് കട തുടങ്ങി തരുന്നത്, അതെന്തായാലും ഒരു നല്ല സ്ഥലത്തായിരിക്കും, നീ അവനെ വിശ്വസിക്ക്, അവൻ ഇത്രയും ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അമ്മേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, കട എവിടെയാന്ന് എന്ന് പറഞ്ഞ് ധർമ്മൻ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ അച്യുതൻ ബ്ലോക്ക് ചെയ്യാണ് കേട്ടോ. മതി മതി സംസാരിച്ച് നിന്നത്, നീ വേഗം റെഡിയായി ഇറങ്ങ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ധർമ്മനെ റെഡിയാവാൻ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ റെഡിയായി വന്നതിന് ശേഷം ധർമ്മൻ പറയാണ്, അല്ല അച്ചുവേട്ട, വേറൊരു കാര്യം കൂടി ഉണ്ട്, ദേവമംഗലത്ത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അവരോടൊന്നും പറയാതെ ഇങ്ങനെ ചെയ്യാൻ അവരോട് ഞാനൊരു വാക്ക് പറയണമായിരുന്നു എന്ന് പറയുമ്പോൾ അച്യുതൻ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്, നീ ഒരു കട തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞാൽ പോരെ, അടുത്ത വീട്ടിൽ എന്തിനാ അറിയിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മ പറയാണ്, അല്ല മോനെ അങ്ങനെയല്ല, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്, ചെറുപ്പം മുതൽ അവൻ വളർന്ന വീടല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ അവരെ ഒന്ന് അറിയിക്കണമായിരുന്നു, ഞാൻ പോയി ഗോമതിയോട് പറഞ്ഞിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഇപ്പൊ തന്നെ സമയമായി, ലേറ്റായി, ആരോടും ഒന്നും പറയണ്ട, അമ്മ വന്ന് വണ്ടി കയറുന്നുണ്ടോ എന്ന് പറഞ്ഞ് അച്യുതൻ എല്ലാവരെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ അവിടെ ദേവമംഗലത്ത് എല്ലാവരും മുറ്റത്ത് നിൽക്കുകയാണ്. ബാലനും ആകാശും ആനന്ദും ഗോമതി സ്റ്റോറിലേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ എല്ലാവരും പുറത്ത് നിൽക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ പടയായിട്ട് വണ്ടി കയറി പോകുന്നത് കണ്ടിട്ട് ദേവമംഗലത്തുള്ളവർ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇന്ദിരാമ്മ ഓടി വന്നിട്ട് ഗോമതിയോട് പറയാണ്, മോളെ ഗോമതി, അച്യുതൻ ധർമ്മന് പുതിയൊരു കട തുടങ്ങി, അതിന്റെ ഉദ്ഘാടനത്തിനാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയത്, നിങ്ങളോട് പറയാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമായിരുന്നു ധർമ്മന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് അച്യുതൻ അവിടെ നിന്ന് ബഹളം വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ ശരി ശരി എന്ന് പറഞ്ഞ് വേഗം പോയി വണ്ടി കയറുകയാണ് കേട്ടോ. അപ്പോൾ ബാലനും ഗോമതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ധർമ്മന് പുതിയ കട തുറക്കുകയാണെന്നോ, എന്നിട്ട് ധർമ്മൻ നമ്മളോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ, നമ്മളോടൊന്നും പറയാൻ അവന് തോന്നിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദും ആകാശമൊക്കെ പറയാണ്, മിനിങ്ങാന്നല്ലേ മാമൻ ഇങ്ങോട്ട് വന്നത്, നമ്മളെല്ലാരും കൂടെ ടെറസിൽ ഇരിക്കുകയായിരുന്നില്ലേ, അപ്പോഴും മാമൻ ഇതേക്കുറിച്ച് ഒരു വാക്ക് പോലും നമ്മളോട് പറഞ്ഞില്ലല്ലോ, എന്താ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ എതിർക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കോ, എന്തായാലും മാമൻ ഈ ചെയ്തത് ശരിയായില്ല, നമ്മളോട് ഒരു വാക്കെങ്കിലും പറയായിരുന്നു എന്നൊക്കെ ആകാശം ആനന്ദും പറയുമ്പോൾ ബാലൻ പറയാണ്, പോട്ടടാ, നമ്മളോട് അവൻ പിണക്കത്തിലല്ലേ, പിന്നെ നമ്മളോട് ഇതൊക്കെ പറയാൻ അച്യുതൻ സമ്മതിച്ച് കാണില്ല, അതുകൊണ്ടായിരിക്കും പറയാത്തത്, എന്തായാലും നല്ല കാര്യമല്ലേ, നന്നായി വരട്ടെ, കട എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പോയി നോക്കായിരുന്നു എന്നൊക്കെ പറയാണ് ബാലൻ കേട്ടോ. അങ്ങനെ ശരി ഗോമതി എന്നൊക്കെ പറഞ്ഞ് ഇവര് ഗോമതി സ്റ്റോറിലേക്ക് ഇറങ്ങുന്നു. മീനു ജോലിക്ക് പോകുന്നു. അങ്ങനെ ഗോമതി ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കട എവിടെയാണെന്നും അറിയില്ല, പോകാനും പറ്റില്ല എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ധർമ്മൻ അച്യുതന്റെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന റൂട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതി സ്റ്റോർ എത്താറായപ്പോൾ ധർമ്മൻ ചോദിക്കുകയാണ്, അല്ല അച്ചുവേട്ടാ, ഈ കട എവിടെയാന്നാ പറഞ്ഞത്, ഇപ്പോഴെങ്കിലും ഒന്ന് പറ എന്ന് പറയുമ്പോൾ, എടാ എത്താറായടാ, അപ്പുറത്തെ ജംഗ്ഷനിൽ തന്നെയാ കട എന്ന് പറയുമ്പോൾ, അച്ചുവേട്ടാ എന്താ പറഞ്ഞത്, അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്നാണോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അതേടാ അപ്പുറത്തെ ജംഗ്ഷനിലാ കട, ഇപ്പൊ കട എത്തും, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് കടയുടെ മുമ്പിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ വണ്ടി നിർത്തിയതിനു ശേഷം അച്യുതൻ പറയാണ്, അമ്മേ ഏട്ടാ, ദേ കണ്ടില്ലേ, ഇതാണ് ധർമ്മന് വേണ്ടി ഞാൻ തുടങ്ങിയ കട, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ ദുഷ്ടൻ അനിയന് നല്ലത് ചെയ്യണമെന്ന് മാത്രമല്ല വിചാരിച്ചത്, ബാലനെ ചതിക്കണമെന്നും കൂടിയാ വിചാരിച്ചത് എന്ന് ഇന്ദിരാമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി കടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ദിരാമ്മ അച്യുതനോട് പറയാണ്, എന്നാലും ഈ ചതി വേണ്ടായിരുന്നു മോനെ, ഗോമതി സ്റ്റോർ ഇരിക്കുന്ന അതേ റോഡിൽ തന്നെയല്ലേ ഈ കട, ഇനിയിപ്പോൾ ഗോമതി സ്റ്റോറിന്റെ ബിസിനസ്സിനെ അത് ബാധിക്കില്ലേ, ആ ഗോമതി സ്റ്റോറിനെ ആശ്രയിച്ചാണ് ആ കുടുംബം മുഴുവൻ ജീവിക്കുന്നത് എന്നൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ അനന്ത പറയാണ്, ഞാൻ എത്രയോ പറഞ്ഞതാണ് അമ്മേ, ഇവൻ കേട്ടില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കൊക്കെ എന്താ, ഗോമതി സ്റ്റോർ എവിടെയായിരിക്കുന്നത്, 4-5 കട അപ്പുറത്തല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു കട വന്നതെന്ന് കരുതി ഗോമതി സ്റ്റോറിന് എന്ത് സംഭവിക്കാനാ, ഒന്നും സംഭവിക്കില്ല, അതൊക്കെ ഞാൻ നോക്കിയിട്ട്
തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അച്യുതൻ. അങ്ങനെ അപ്പം തന്നെ ധർമ്മൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവിടുന്ന് വേറൊരു ഓട്ടോ പിടിച്ച് തിരിച്ചു പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാനിതിപ്പം തന്നെ അളിയനോട് പോയി പറയും, അളിയനോട് പറഞ്ഞ് അളിയൻ അനുവദിച്ചാൽ മാത്രമേ ഞാൻ ഈ കട തുറക്കുള്ളൂ എന്നും പറഞ്ഞ വാശിയിൽ ഓട്ടോയിൽ കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ അച്യുതന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അച്യുതൻ അമ്മയോട് പറയണം, അമ്മയെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അവന് വേണ്ടി ഈ കട തുടങ്ങിയതെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഇനി അവൻ ഈ കട നടത്തിയില്ലെങ്കിൽ പിന്നെ അവന് ഞാനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ മോനെ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയ്ക്ക് ആകെ സങ്കടമായിട്ട് വയ്യ. ആ കട ഉദ്ഘാടനം ചെയ്യാനും അമ്മയ്ക്ക് തോന്നുന്നില്ല. അമ്മയുടെ പേരിലാണ് കട തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ അച്യുതൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധർമ്മനാണെങ്കിൽ ബാലനോട് അനുവാദം ചോദിക്കാൻ പോയിട്ടുമുണ്ട്. പക്ഷേ ധർമ്മൻ പോയി അവിടെ എത്തുന്നതിന് മുമ്പ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗോമതി സ്റ്റോറിലേക്ക് വരുന്ന ഇവര് ബാലനും ആനന്ദും ആകാശും അപ്പുറത്ത് വേറെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ വിവരം അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് കട, എങ്ങനത്തെ കടയാണെന്നൊക്കെ അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയി നോക്കുകയാണ്. അവിടെ പോയി നോക്കുമ്പോൾ ഇന്ദിരാ സ്റ്റോഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ പേര് കാണുമ്പോൾ തന്നെ ബാലന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് നോക്കുമ്പോൾ അതിനകത്ത് സുകന്യ നിൽക്കുന്നു, അലോക് നിൽക്കുന്നു, അച്യുതൻ നിൽക്കുന്നു. അവരെയൊക്കെ കാണുന്നതോടുകൂടി ബാലന് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനന്ദും ആകാശും ബാലനോട് പറയണ, അച്ഛാ ഇവരൊക്കെ എന്താ ഇവിടെ ഇന്ദിരാ സ്റ്റോഴ്സ് എന്നാണല്ലോ കടയുടെ പേര്. അപ്പോൾ രാവിലെ അമ്മമ്മ പറഞ്ഞ മാമന്റെ ആ പുതിയ കട അത് ഇതായിരിക്കുമോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ബാലൻ ഇങ്ങനെ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാലൻ പറയണ, അതേടാ ആ ധർമ്മന്റെ കട തന്നെ അത്. അതിനകത്ത് നിൽക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? ആ ധർമ്മൻ നമ്മളെ ചതിച്ചതാ. അവന് നമ്മളോടൊക്കെ ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് എന്നോട്. പക്ഷെ ആ ദേഷ്യത്തിന്റെ പേരിൽ അവൻ ഇത്രയും വലിയ ചതി നമ്മളോട് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദ്രോഹി, ദുഷ്ടൻ എന്നൊക്കെ പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് ഇവർ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ നേരെ വീട്ടിലെത്തിയതിന് ശേഷം ബാലൻ ഗോമതിയോടൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ് കേട്ടോ, ആ ധർമ്മനുണ്ടല്ലോ, ആ ദുഷ്ടൻ, ആ ചതിയൻ നമ്മളോട് ചെയ്ത ചതി എത്രമാത്രം വലുതാണെന്ന് നിനക്കറിയോ ഗോമതി? ഇങ്ങനെ ഒരു പാമ്പിനാണല്ലോ ഇത്രയും കാലം നമ്മൾ പാല് കൊടുത്ത് വളർത്തിയത്. ഇപ്പോ ആ പാമ്പ് നമ്മളെ തിരിച്ചു കൊത്തി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗോമതി ചോദിക്കുകയാണ്, ബാലേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആര് നമ്മളെ ചതിച്ചു എന്നാ, എങ്ങനെ ചതിച്ചു എന്നാ എന്നൊക്കെ പറയുമ്പോൾ ആ ധർമ്മൻ നിന്റെ അനിയൻ, ഞാൻ അറിയാതെ അവനെ ഒന്ന് തെറ്റിദ്ധരിച്ചു പോയതിന്റെ പേരിൽ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ, എന്നോട് പ്രതികാരം ചെയ്യാൻ അവൻ കണ്ടുപിടിച്ച വഴി ഗോമതി സ്റ്റോറിന്റെ അതേ റോഡില് അതിനേക്കാൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ്. ബാലനെ തോൽപ്പിക്കാൻ ചെയ്തതായിരിക്കും. അങ്ങനെ അവനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധർമ്മൻ പെട്ടെന്ന് അവിടെ എത്തുകയാണ് കേട്ടോ. എന്നിട്ട് അളിയാ എന്ന് വിളിച്ചുകൊണ്ട് വേഗം വീടിനകത്തേക്ക് വരുന്നുണ്ട്. എടാ ദുഷ്ട, ചതിയാ എന്നൊക്കെ പറഞ്ഞ് ബാലൻ നേരെ പോയി ധർമ്മന്റെ ഷർട്ടിലൊക്കെ പിടിച്ച് ധർമ്മനെ അടിച്ചിട്ടൊക്കെ ചോദിക്കുകയാണ് കേട്ടോ, ഇത്രയും വലിയ ചതി എന്നോട് വേണമായിരുന്നോടാ? നീ എന്താ വിചാരിച്ചത്? ഈ ഗോമതി സ്റ്റോർ ബാലനെ നീ തോൽപ്പിച്ചു എന്നോ? ആർക്കും കഴിയില്ലടാ എന്നെ തോൽപ്പിക്കാൻ. നീ സൂപ്പർ മാർക്കറ്റോ ഷോപ്പിംഗ് മോളോ എന്ത് വേണമെങ്കിലും പണിതോ, ഗോമതി സ്റ്റോറിന് ഒന്നും സംഭവിക്കില്ല. അധ്വാനിച്ചിട്ടാടാ ബാലൻ ആ കടയുണ്ടാക്കിയത്, അത് തകർക്കാൻ ആരെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധർമ്മൻ ഇങ്ങനെ പറയണം, അളിയ ചേച്ചി നിങ്ങൾ ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. ഇന്ന് കട ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴാണ് ആ കട ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അച്ചുവേട്ടൻ ഇതിനു മുമ്പ് ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഗോമതി വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഗോമതി ധർമ്മനോട് കരഞ്ഞുകൊണ്ട് പറയാണ്, എടാ നീ സ്വന്തമായിട്ട് കട തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ അനിയന് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നല്ല കാര്യം സംഭവിക്കുന്നത് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ സങ്കടപ്പെട്ടു. പക്ഷെ അത് പറയാത്തതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങളോടുള്ള ചതി ആയതുകൊണ്ടാ നീ അത് ഞങ്ങളോട് പറയാതിരുന്നത് അല്ലേടാ. ഇനി നീ എന്നെ ചേച്ചിന്ന് വിളിച്ചു പോകരുത്, ഈ വീട്ടിൽ നിന്നെ കണ്ടു പോകരുത്, ഇറങ്ങി പോടാ ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ആട്ടി ഇറക്കണം. അങ്ങനെ ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി, അളിയനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ ഇതൊന്നും അറിയുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ കുറേ കെഞ്ചി പറയുന്നൊക്കെ ഉണ്ട്. ഇവര് വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കൂടെ ആനന്ദും ആകാശും ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. അവരും പറയുന്നുണ്ട്, എന്നാൽ ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു മാമന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചതി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അവരും പറയുന്നതോടുകൂടി എടാ മക്കളെ നിങ്ങളെങ്കിലും ഒന്ന് വിശ്വസിക്കടാ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ കെഞ്ചി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്. ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ധർമ്മനെ അവിടെ നിന്ന് അടിച്ച് ആട്ടി ഇറക്കുകയാണ് കേട്ടോ. ഈ ഒരു മുറിവ് നല്ല ആഴത്തിൽ തന്നെ ധർമ്മന്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ധർമ്മൻ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. താങ്ക് യു, ബൈ.